ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ വാട്ടർ എന്ന 16ാമത്തെ ചാപ്റ്ററിൻ്റെ ലെറ്റസ് അസസ് എന്ന ഹെഡിങ്ങിൻ്റെ താഴെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും M4E ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വെൻ വാട്ടർ ഇസ് ഹീറ്റഡ് അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് ഓർ മെൽറ്റിംഗ് പോയിന്റ് ഇറ്റ്സ് ടെമ്പറേച്ചർ ഡസ് നോട്ട് ചേഞ്ച്. അതായത് വാട്ടർ അതിൻ്റെ ബോയിലിംഗ് പോയിന്റിലോ അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റിലോ എത്തിയ ശേഷം നമ്മൾ വീണ്ടും അതിന് ടെമ്പറേച്ചർ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചറിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് മെൻറ്റ് ബൈ ബോയിലിംഗ് പോയിന്റ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ്? എന്താണ് ബോയിലിംഗ് പോയിന്റ്, അതേപോലെ എന്താണ് മെൽറ്റിംഗ് പോയിന്റ്? ഈ മെൽറ്റിംഗ് പോയിന്റിൻ്റെ മറ്റൊരു പേരാണ് ഫ്രീസിംഗ് പോയിന്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ ബോയിലിംഗ് ആൻഡ് ഫ്രീസിംഗ് പോയിന്റ്സ് ഓഫ് വാട്ടർ? വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്, അതേപോലെ വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ് വൈ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റിലെ അതിൽ ടെമ്പറേച്ചറിന് മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെയെന്നാണ് ചോദ്യം. ഓക്കെ, സോ ഓരോ ആൻസേഴ്സ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ എന്താണ് ബോയിലിംഗ് പോയിന്റ്, അതേപോലെ എന്താണ് മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് നോക്കാം. The temperature at which a liquid boils at normal atmospheric pressure is its boiling point. ഏതൊരു ലിക്വിഡും നോർമൽ അറ്റ്മോസ്ഫറിക് പ്രഷറിൽ ബോയിൽ ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു ടെമ്പറേച്ചറിനെയാണ് എന്ത് പറയുന്നത്? ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതേപോലെ എന്താണ് ഫ്രീസിംഗ് പോയിന്റ്? The temperature of a liquid at which it freezes to solid at normal atmospheric pressure is called its freezing point. അതായത് നോർമൽ അറ്റ്മോസ്ഫറിക് പ്രഷറിൽ ഒരു ലിക്വിഡ് സോളിഡ് ആയിട്ട് ഫ്രീസ് ആവാൻ തുടങ്ങുന്ന ആ ഒരു ടെമ്പറേച്ചറിനെയാണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഫ്രീസിംഗ് പോയിന്റ് തന്നെയാണ് മെൽറ്റിംഗ് പോയിന്റ്. എന്താണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് ചോദിച്ചാൽ എന്ത് പറയാം? ഒരു സോളിഡ് ലിക്വിഡായിട്ട് ചേഞ്ച് ആവാൻ തുടങ്ങുന്ന ആ ടെമ്പറേച്ചറാണ് എന്ത്? മെൽറ്റിംഗ് പോയിന്റ്. അത് രണ്ടും സെയിം ആയിരിക്കും. മെൽറ്റിംഗ് പോയിന്റും ഫ്രീസിംഗ് പോയിന്റും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി വാട്ട് ആർ ദ ബോയിലിംഗ് ആൻഡ് ഫ്രീസിംഗ് പോയിന്റ്സ് ഓഫ് വാട്ടർ? വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ്. എന്താണ് വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ് വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ്. അതായത് വാട്ടർ സോളിഡ് ആയിട്ട് മാറാൻ തുടങ്ങുന്ന ടെമ്പറേച്ചർ അല്ലെങ്കിൽ വാട്ടർ ഐസായിട്ട് മാറുന്ന ടെമ്പറേച്ചറാണ് 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അല്ലെങ്കിൽ ഐസ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ടെമ്പറേച്ചർ, അതായത് മെൽറ്റിംഗ് പോയിന്റ്, അതും എന്ത് തന്നെയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വൈ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്നാണ് അല്ലേ. എന്താണ് അതിൻ്റെ ആൻസർ? Once water starts boiling, the temperature will not change. അതായത് വാട്ടർ ബോയിൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടെമ്പറേച്ചറിന് മാറ്റം സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓൾ ദ ഹീറ്റ് സപ്ലൈഡ് ഇസ് യൂട്ടിലൈസ്ഡ് ഫോർ ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അതായത് പിന്നീട് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എന്തിനു വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ്. അതായത് അവിടെ വാട്ടർ വേപ്പറായിട്ട് മാറിക്കൊണ്ടിരിക്കും. ആ ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ട്രാ ഹീറ്റ് ഉപയോഗപ്പെടുത്തുന്നത്. സോ ദർ ഇസ് നോ ടെമ്പറേച്ചർ ചേഞ്ച്. അതായത് അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ വേരി ചെയ്യില്ല. പിന്നീട് നമ്മൾ എക്സസ് ആയിട്ട് കൊടുക്കുന്ന ഹീറ്റ് എല്ലാം ആ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് വാട്ടർ വേപ്പറായിട്ട് മാറിക്കൊണ്ടിരിക്കും. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ തിളക്കുന്ന വെള്ളത്തിൻ്റെ മേലെ നീരാവി ഇങ്ങനെ പൊങ്ങി പോകുന്നത്. അപ്പോൾ വാട്ടറാണ് അവിടെ നീരാവിയായിട്ട് മാറുന്നത്. ആ ഒരു ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എല്ലാം അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തെർമോമീറ്റർ യൂസ് ചെയ്തിട്ട് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ അളന്ന് നോക്കുമ്പോൾ അത് 100 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആൻഡ് കോക്കനട്ട് ഓയിൽ ആർ ഹീറ്റഡ് ഇൻ സെപ്പറേറ്റ് ടെസ്റ്റ് ട്യൂബ്സ് യൂസിങ് ദ സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ്. അതായത് ഈക്വൽ എമൗണ്ടിൽ അല്ലെങ്കിൽ ഒരേ അളവിൽ
വാട്ടറും അതേപോലെ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയും 2 സെപ്പറേറ്റ് ടെസ്റ്റ് ട്യൂബ്സിൽ നമ്മൾ എടുത്തിട്ട് 2 ടെസ്റ്റ് ട്യൂബിനും ഒരേ അളവിൽ നമ്മൾ ഹീറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ വിച്ച് കേസ് ഡസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസ് സ്ലോലി? ഈ 2 കേസസിലും ഏത് ടെസ്റ്റ് ട്യൂബിലാണ് വളരെ സ്ലോ ആയിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്നത്? വെള്ളം എടുത്തിട്ടുള്ള ടെസ്റ്റ് ട്യൂബിലാണോ അതോ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുള്ള ടെസ്റ്റ് ട്യൂബിലാണോ? രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? അതായത് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ റീസൺ എന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് എനി വൺ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് പ്രോപ്പർട്ടി. ഈ ഒരു പ്രോപ്പർട്ടിയുടെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഒന്ന് നമ്മൾ പറയണം. ഓക്കെ, സോ നമുക്ക് ആൻസർ ചെയ്യാം. ഏത് കേസിലാണ് ടെമ്പറേച്ചർ സ്ലോ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്? 2 ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ടുണ്ട്, അതിൽ ഒരേ അളവിൽ വാട്ടറും, ഇതിൽ വാട്ടറാണ്, ഇതിൽ കോക്കനട്ട് ഓയിലാണ്, ഒരേ അളവിൽ വാട്ടറും എടുത്തിട്ടുണ്ട്, കോക്കനട്ട് ഓയിലും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സെയിം എമൗണ്ട് ഓഫ് ഹീറ്റാണ് രണ്ടിനും കൊടുക്കുന്നത്. ഓക്കെ, ഏതിലായിരിക്കും ടെമ്പറേച്ചർ പയ്യെ കൂടുന്നത്? വാട്ടറിൻ്റെ കേസിലാണ് ടെമ്പറേച്ചർ പയ്യെ ഇൻക്രീസ് ആകുന്നത്. കോക്കനട്ട് ഓയിൽ പെട്ടെന്ന് ചൂടാകും, പക്ഷേ വാട്ടർ ചൂടായി വരാൻ കുറച്ച് സമയമെടുക്കും. ഓക്കെ, സോ ആദ്യത്തെ ആൻസർ വാട്ടറാണ്. ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? എന്തുകൊണ്ടാണ് വാട്ടർ പയ്യെ ചൂട് പിടിക്കുന്നത്? അതിൻ്റെ ആൻസർ എന്താണ്? വാട്ടറിന് ഹൈ ഹീറ്റ് കപ്പാസിറ്റിയാണ്. വാട്ടറിൻ്റെ ഹൈ ഹീറ്റ് കപ്പാസിറ്റി കാരണം വാട്ടർ പയ്യെയാണ് ഹീറ്റ് അബ്സോർബ് ചെയ്ത് ചൂടാകത്തുള്ളൂ. മറ്റ് ലിക്വിഡ്സിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി വാട്ടറിനെ അപേക്ഷിച്ച് കുറവായിരിക്കും, അതുകൊണ്ട് അതെല്ലാം പെട്ടെന്ന് ചൂടാകും. മനസ്സിലായല്ലോ? ഇനി ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്താണ്? അതായത് വാട്ടർ പയ്യാണ് ചൂട് പിടിക്കുന്നത്, അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു റെഗുലേറ്റ് ദ ഹീറ്റ് ഓഫ് റേഡിയേറ്റേഴ്സ് ഇൻ വെഹിക്കിൾസ്. അതുകൊണ്ട് തന്നെ വാട്ടറിനെ നമുക്ക് കൂളൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വെഹിക്കിൾസിൻ്റെ ഹീറ്റ് റേഡിയേറ്റേഴ്സിലെ ഉള്ള ചൂടിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റും. എന്താണ് അതിൻ്റെ റീസൺ? വാട്ടറിൻ്റെ ഹൈ ഹീറ്റ് കപ്പാസിറ്റിയാണ്. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 100 ml ഓഫ് കോക്കനട്ട് ഓയിൽ ആൻഡ് വാട്ടർ ആർ ടേക്കൺ ഇൻ 2 ബീക്കേഴ്സ് ആൻഡ് കെപ്റ്റ് ഇൻ ഫ്രീസർ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്, അതിൽ 100 ml വാട്ടറും 100 ml കോക്കനട്ട് ഓയിലും എടുത്തു. അതിനുശേഷം ഈ ഒരു ബീക്കർ എവിടെ വയ്ക്കണം? ഫ്രീസറിൽ വയ്ക്കണം. ഓക്കെ, ഇനി ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡിഫറൻസ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ദെയർ വോളിയംസ് ഡ്യൂറിങ് ഫ്രീസിങ്? അതായത് ഈ 2 ബീക്കേഴ്സിലും ഒരേ അളവിലാണ് നമ്മൾ വാട്ടറും കോക്കനട്ട് ഓയിലും എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിരിക്കുന്നത്. ഫ്രീസറിൽ വെച്ച ശേഷം ആ ഫ്രീസിങ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മൾ നോക്കുമ്പോൾ ഈ 2 ബീക്കേഴ്സിനും എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് ആദ്യം ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. ദ വോളിയം ഓഫ് ദ ബീക്കർ കണ്ടെയ്നിങ് വാട്ടർ ഇസ് ഗ്രേറ്റർ. അതായത് ആദ്യം നമ്മൾ എടുത്തപ്പോൾ ലെവൽ ഓഫ് വാട്ടറും അതേപോലെ കോക്കനട്ട് ഓയിലും സെയിം ആണെങ്കിൽ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഈ വാട്ടറിൻ്റെ ലെവൽ കുറച്ച് കൂടിയതായിട്ട് കാണാം. അതായത് വാട്ടർ ആദ്യം ഉണ്ടായിരുന്ന ആ സെയിം ലെവലിലല്ല ഐസായിട്ടുള്ളത്, അതിനേക്കാളും കുറച്ച് ഇൻക്രീസ് ആയിട്ടുണ്ടാകും, വോളിയം ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡു യു ഇൻഫർ ഫ്രം ദ ഒബ്സർവേഷൻ? ഈ ഒബ്സർവേഷനിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ വോളിയം ഡിഫറൻസ് സംഭവിച്ചത്? ഇറ്റ് ഈസ് ഡ്യൂ ടു അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ അനോമലസ് എക്സ്പാൻഷൻ കാരണമാണ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലേക്ക് ഫ്രീസ് ചെയ്ത് കഴിയുമ്പോൾ അതിനുശേഷം വാട്ടർ സഡനായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് വാട്ടറിൻ്റെ വോളിയം കൂടിയതായിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്? When water is frozen in glass bottles, it is advised not to fill the bottles completely. Explain the reason. അതായത് നമ്മൾ ചില്ല് കുപ്പിയിലാണ് വാട്ടർ ഐസ് ആക്കാൻ വേണ്ടി ഫ്രീസറിൽ വെക്കുന്നതെങ്കിൽ
ആ ബോട്ടിലിൽ നിറച്ച് വാട്ടർ എടുക്കരുത്, അതായത് ഫുൾ നമ്മൾ വാട്ടർ കൊണ്ട് നിറയ്ക്കരുത്. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ആ ബോട്ടിൽ ഫ്രീസറിൽ വെക്കാൻ. എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ്? The volume of water in the bottle filled with water is increased and the bottle is broken. അതായത് വൺസ് ഇത് ഫ്രീസ് ആവാൻ തുടങ്ങി കഴിയുമ്പോൾ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ കാരണം ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ വാട്ടർ എക്സ്പാൻഡ് ആകും. അപ്പോൾ ആ വോളിയം ഇൻക്രീസ് ആകും. നമ്മൾ നിറച്ച് വെള്ളം ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ സ്ഥലമില്ലാതെ വരും. ആ പ്രഷർ കാരണം ഗ്ലാസ് പൊട്ടിപ്പോവാനായിട്ട് സാധ്യതയുണ്ട്. സോ ഇറ്റ് ഈസ് അഡ്വൈസ്ഡ് not to fill the bottles completely so that there will be enough space for the expanded water. കുറച്ച് നമ്മൾ സ്പേസ് ഇട്ടിട്ടാണ് വെള്ളം ഒഴിച്ച് വെക്കുന്നതെങ്കിൽ ആ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഫ്രീ സ്പേസിലേക്ക് എക്സ്പാൻഷൻ നടക്കും. ബോട്ടിൽ പൊട്ടാതിരിക്കാനായിട്ട് അത് സഹായിക്കുകയും ചെയ്യും. മനസ്സിലായല്ലോ? ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സോപ്പ് ഡിക്രീസസ് ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ സർഫസ് ടെൻഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് സോപ്പ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് സർഫസ് ടെൻഷൻ? എന്താണ് സർഫസ് ടെൻഷൻ? രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡസ് ദ ഡിക്രീസ് ഇൻ സർഫസ് ടെൻഷൻ ബെനിഫിറ്റ് വാഷിംഗ് ഓഫ് ക്ലോത്ത്സ്? അതായത് സോപ്പ് ഉപയോഗിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ സർഫസ് ടെൻഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഇത് എങ്ങനെയാണ് വാഷിംഗ് ഓഫ് ക്ലോത്ത്സിനെ ബെനിഫിറ്റ് ചെയ്യുന്നത്? തുണി കഴുകുന്ന സമയത്ത് ഇത് നമുക്ക് എങ്ങനെയാണ് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ആൻസർ നോക്കാം. എന്താണ് സർഫസ് ടെൻഷൻ? The unbalanced attractive force on the surface of a liquid causes the liquid surface behave like a stretched membrane. This is surface tension. അതായത് ഒരു ലിക്വിഡിൻ്റെ സർഫസിൻ്റെ മുകളിൽ അനുഭവപ്പെടുന്ന ഒരു അൺബാലൻസ്ഡ് അട്രാക്റ്റീവ് ഫോഴ്സാണ് എന്ത്? സർഫസ് ടെൻഷൻ. ഈ സർഫസ് ടെൻഷൻ കാരണം ആ ഒരു വാട്ടറിൻ്റെ മേലെയുള്ള സർഫസ് ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ അല്ലെങ്കിൽ വലിഞ്ഞു നിൽക്കുന്ന ഒരു മെംബ്രെയിൻ പോലെ ബിഹേവ് ചെയ്യുന്നു. അപ്പോൾ ഈ അൺബാലൻസ്ഡ് അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹൗ ഡസ് ദ ഡിക്രീസ് ഇൻ സർഫസ് ടെൻഷൻ ബെനിഫിറ്റ് വാഷിംഗ് ഓഫ് ക്ലോത്ത്സ്? നമ്മൾ വെള്ളത്തിലേക്ക് സോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞ് അതിൽ നമ്മൾ തുണി വാഷ് ചെയ്യുമ്പോൾ തുണി നല്ല രീതിയിൽ വൃത്തിയായിട്ട് കിട്ടും. അത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. അതായത് വെള്ളത്തിലേക്ക് സോപ്പ് ആഡ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ സർഫസ് ടെൻഷൻ കുറയും. അതുകൊണ്ടാണ് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് തുണി വേഗം ക്ലീൻ ആകുന്നത്. അപ്പോൾ when we add soap to water, it reduces the surface tension of water and water can enter into the fine threads of the fabric. വെള്ളത്തിലേക്ക് സോപ്പ് ആഡ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ സർഫസ് ടെൻഷൻ കുറയും. അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ ഫാബ്രിക് അല്ലെങ്കിൽ നമ്മൾ തുണി അതിലേക്ക് മുക്കുന്ന സമയത്ത് ആ തുണിയുടെ ഫൈൻ ത്രെഡ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇഴകളുടെ ഉള്ളിലേക്ക് വരെ വെള്ളത്തിനെ കയറി ചെന്ന് അഴുക്കിനെ നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സർഫസ് ടെൻഷൻ ടെൻസ് ടു മിനിമൈസ് ദ സർഫസ് ഏരിയ ഓഫ് എ ലിക്വിഡ്. ഒരു ലിക്വിഡിൻ്റെ സർഫസ് ഏരിയനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. സജസ്റ്റ് ആൻ എക്സ്പെരിമെൻറ്റ് ടു പ്രൂവ് ദിസ്. ഇത് ഒരു എക്സ്പെരിമെൻറ്റിലൂടെ പ്രൂവ് ചെയ്യണം. ഫോളോ ദ പാറ്റേൺ, റിക്വയർഡ് മെറ്റീരിയൽസ്, പ്രൊസീജിയർ, എക്സ്പെക്റ്റഡ് ഒബ്സർവേഷൻ. സോ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ നോട്ട്ബുക്കിലേക്ക് നോട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യണം. അതായത് ആദ്യം എന്തൊക്കെ മെറ്റീരിയൽസ് വേണം എന്ന് പറയണം. അതിനുശേഷം നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന പ്രൊസീജിയർ വിശദീകരിക്കണം. അതിനുശേഷം നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്, എക്സ്പെക്റ്റഡ് ഒബ്സർവേഷൻ എന്താണോ അത് നമ്മൾ നോട്ട് ചെയ്യണം. ഓക്കെ, സോ ആദ്യം തന്നെ ഈ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടത് എന്തൊക്കെയാണ്, മെറ്റീരിയൽസ് റിക്വയർഡ് എന്തൊക്കെയാണ്? ഒരു മെറ്റാലിക് ലൂപ്പ് വേണം, പിന്നെ ഒരു ത്രെഡ് വേണം, സോപ്പ് വാട്ടർ വേണം, പിന്നെ ഒരു പിന്ന് വേണം. ഓക്കെ, ഇനി പ്രൊസീജിയർ എന്താണ്? ടൈ എ ത്രെഡ് ടു എ മെറ്റാലിക് ലൂപ്പ്. ഒരു മെറ്റാലിക് ലൂപ്പിൽ ഈ കാണുന്നത് പോലെ ഒരു ത്രെഡ് ടൈ ചെയ്യണം.
പിന്നെ എന്താണ്? ഇമേഴ്സ് ഇറ്റ് ഇൻ സോപ്പ് വാട്ടർ ആൻഡ് ക്രിയേറ്റ് എ സോപ്പ് ഫിലിം ആസ് ഷോൺ ഇൻ ദ ഫിഗർ. അതായത് ഈ ത്രെഡ് കെട്ടിയ മെറ്റാലിക് ലൂപ്പിനെ സോപ്പ് വെള്ളത്തിൽ മുക്കി അതിൽ സോപ്പ് ഫിലിം ക്രിയേറ്റ് ചെയ്യണം. ഈ 3 ചിത്രത്തിൽ കാണുന്ന രീതിയിലുള്ള സോപ്പ് ഫിലിമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം പ്രിക്ക് എ പോർഷൻ ഓഫ് ദ ഫിലിം യൂസിങ് എ പിൻ. ഇതിൽ ഏതെങ്കിലും ഒരു പോർഷൻ നമ്മൾ പിന്ന് യൂസ് ചെയ്തിട്ട് പൊട്ടിക്കണം. ഓക്കെ, അപ്പോൾ എന്ത് ഒബ്സർവേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുക? ദ ഷേപ്പ് ഓഫ് ദ റിമൈനിങ് പോർഷൻ ഓഫ് സോപ്പ് ഫിലിം will be as such the surface area is reduced. ബാക്കിയുള്ള ഭാഗത്ത് കാണുന്ന സോപ്പ് ഫിലിമിൻ്റെ സർഫസ് ഏരിയ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ഈ ത്രെഡ് ഇങ്ങനെ കെട്ടുന്ന സമയത്ത് അവിടെ സർഫസ് ടെൻഷൻ ഇൻക്രീസ് ആകുവാണ് അല്ലേ. സോ സർഫസ് ടെൻഷൻ ഇൻക്രീസ് ആകുമ്പോൾ സർഫസ് ഏരിയ കുറയും. കാരണം സർഫസ് ടെൻഷൻ ഏതൊരു ലിക്വിഡിൻ്റെയും സർഫസ് ഏരിയ കുറയ്ക്കുന്ന രീതിയിലാണ് ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? സോ ഇതാണ് എക്സ്പെരിമെൻറ്റ്. ഏതൊരു എക്സ്പെരിമെൻറ്റും നമ്മളോട് ചെയ്യാൻ പറയുന്ന സമയത്ത് 3 സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യണം. ആദ്യം മെറ്റീരിയൽസ് റിക്വയർഡ് എന്തൊക്കെയാണെന്ന് പറയണം. അതിനുശേഷം പ്രൊസീജിയർ വിശദീകരിക്കണം. പിന്നെ നമ്മൾ എന്താണോ ഒബ്സർവ് ചെയ്തത് അത് എക്സ്പെക്റ്റഡ് ഒബ്സർവേഷൻസിൽ എഴുതണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രൊവൈഡിങ് എക്സസ് ഫുഡ് ഫോർ ഫിഷ് ഇൻ ആൻ അക്വേറിയം ഈസ് എ ത്രെറ്റ് ടു ഇറ്റ് സർവൈവൽ, ജസ്റ്റിഫൈ. അതായത് നമ്മുടെ വീട്ടിലൊരു അക്വേറിയം ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ കുറച്ച് മീനുകളുമുണ്ട്. ഈ മീനുകൾക്ക് ആവശ്യമായ ഭക്ഷണത്തിലധികം ഭക്ഷണമാണ് നമ്മൾ അക്വേറിയത്തിലേക്ക് ഇടുന്നതെങ്കിൽ അത് ആ മീനുകളുടെ ജീവനെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എക്സസ് ആയിട്ട് കൊടുക്കുന്ന ഫുഡ് ആ ഫിഷിൻ്റെ ജീവനെ മോശമായ രീതിയിൽ എന്തുകൊണ്ട് ബാധിക്കുന്നു? ഇതാണ് ചോദ്യം. ഓക്കെ, സോ നമുക്ക് ആൻസർ നോക്കാം. യെസ്, ഓവർ ഫീഡിങ് ഫിഷ് ഇൻ ആൻ അക്വേറിയം ക്യാൻ ബി എ ത്രെറ്റ് ടു ദെയർ സർവൈവൽ because it can lead to poor water quality which can cause stress and disease. അതായത് എക്സസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ അക്വേറിയത്തിലേക്ക് ഇടുമ്പോൾ ആവശ്യമുള്ള ഭക്ഷണം മാത്രമാണ് ഫിഷ് കൺസ്യൂം ചെയ്യുന്നത്. ബാക്കി ആ വെള്ളത്തിൽ അതേപോലെ കിടക്കും. അതങ്ങനെ ഡീകമ്പോസ് ആയി വെള്ളത്തിൻ്റെ ക്വാളിറ്റിയെ മോശമായ രീതിയിൽ ബാധിക്കുന്നു. ഇങ്ങനെ വെള്ളം മോശമായി കഴിയുമ്പോൾ ഇത് ഫിഷിന് ഒരുപാട് സ്ട്രെസ്സും അതേപോലെ പലതരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാക്കുന്നു. അതുവഴി ഈ ഫിഷ് ചത്തുപോകുകയാണ് ചെയ്യുന്നത്. ഇതിന് നമുക്ക് ഒന്നുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, ഡീകമ്പോസിഷൻ ഓഫ് അൺഈറ്റൻ ഫുഡ് കൺസ്യൂംസ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ ദ ടാങ്ക് and thus oxygen required for fish in the tank decreases and leads to the death of fish. അതായത് നമുക്കറിയാം അക്വാറ്റിക് ആനിമൽസ് ആണെങ്കിലും പ്ലാന്റ്സ് ആണെങ്കിലും അവർക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് ഓക്സിജൻ വേണം. ഫിഷ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന ഓക്സിജനെയാണ് ബ്രീത്തിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സസ് ആയിട്ട് ഫുഡ് അക്വേറിയത്തിലേക്ക് ഇടുന്ന സമയത്ത് ഈ എക്സസ് ആയിട്ട് വെള്ളത്തിൽ കിടക്കുന്ന ആ ഫുഡ് ഡീകമ്പോസ് ആകും. ഇത് ഡീകമ്പോസ് ആകാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന ഓക്സിജനെ ഉപയോഗിക്കും. അപ്പോൾ ഈ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന ഓക്സിജൻ്റെ അളവ് കുറയുന്നു. അത് എന്തിനെ ബാധിക്കും? ഫിഷിനെ ബാധിക്കും. കാരണം ഫിഷിന് ആവശ്യമായ ഓക്സിജൻ വെള്ളത്തിൽ നിന്നും കിട്ടുന്നില്ല. അതേപോലെ ദ അൺഈറ്റൻ ഫുഡ് ഡീകമ്പോസസ് ആൻഡ് റിലീസസ് അമോണിയ വിച്ച് ഇസ് ടോക്സിക് ടു ഫിഷ്. ഇനി ഈ അൺഈറ്റൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കാത്ത അവശേഷിക്കുന്ന ഫുഡ് ഡീകമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്നും അമോണിയ എന്ന് പറയുന്ന ഒരു ഗ്യാസ് റിലീസാകും വെള്ളത്തിലേക്ക്. ഇത് ഫിഷിന് വിഷമാണ്. ഫിഷുകൾക്ക് ഇത് പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ഫിഷ് മരിക്കാനായിട്ട് തുടങ്ങും. The decomposition of food also releases nitrates and phosphates. ഈ അമോണിയ ഗ്യാസ് മാത്രമല്ല ഫുഡ് ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് റിലീസാകുന്നത്, നൈട്രേറ്റ്സും അതേപോലെ ഫോസ്ഫേറ്റ്സും ഒക്കെ റിലീസാവുന്നുണ്ട്. വിച്ച് ക്യാൻ ലീഡ് ടു ഇൻക്രീസ്ഡ് ആൽഗേ ഗ്രോത്ത്. അപ്പോൾ വെള്ളത്തിൽ പായൽ, പൂപ്പൽ പോലുള്ള ആൽഗേസ് ഒക്കെ ഗ്രോ ചെയ്യാൻ തുടങ്ങും. ഇതും എന്താണ്? ഫിഷിൻ്റെ വളർച്ചയ്ക്ക് ത്രെറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഫിഷിനെ അത് മോശമായിട്ട് ബാധിക്കുന്നു. സോ ഈ ഫസ്റ്റ് 2 സെൻറ്റൻസസ് നിങ്ങൾ ആൻസറായിട്ട് പഠിച്ചു വെച്ചിരുന്നാലും മതി. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇത്രയൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് എക്സസ് ആയിട്ട് അക്വേറിയത്തിലേക്ക് ഫുഡ് കൊടുക്കരുത് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ?
ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സം സബ്സ്റ്റൻസസ് വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ കോസസ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. അതായത് ചില വസ്തുക്കൾ വെള്ളത്തിൽ അലിഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളത്തിന് ഹാർഡ്നെസ് ഉണ്ടാക്കാം. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സബ്സ്റ്റൻസസ് കോസ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. താഴെ കുറച്ച് സബ്സ്റ്റൻസസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലേതൊക്കെയാണ് വെള്ളത്തിന് ഹാർഡ്നെസ് ഉണ്ടാക്കുന്നത്? ദ ഹാർഡ്നെസ് ഡ്യൂ ടു വിച്ച് ഓഫ് ദ എബോവ് സോൾട്സ് കനോട്ട് ബി റിമൂവ്ഡ് ബൈ ബോയിലിംഗ്. ബോയിലിങ്ങിലൂടെ റിമൂവ് ചെയ്യാൻ പറ്റാത്ത സോൾട്സ് ഏതൊക്കെയാണ്? ഓക്കെ, സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റൻസസ് കോസ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. ഇവിടെ കൊടുത്തിട്ടുള്ളത് സോഡിയം ക്ലോറൈഡ്, കാൽഷ്യം ബൈകാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം സൾഫേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ്, കാൽഷ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം കാർബണേറ്റ്. ഓക്കെ, ഇതിലേതൊക്കെയാണ് ഹാർഡ്നെസ് ഉണ്ടാക്കുന്നത്? കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റ്സ് ഹാർഡ്നെസ് ഉണ്ടാക്കുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? കാൽഷ്യം ബൈകാർബണേറ്റ് ഹാർഡ്നെസ് ഉണ്ടാക്കാൻ കാരണമായ ഒരു ഘടകമാണ്. എന്നാൽ കാൽഷ്യം കാർബണേറ്റ് ഹാർഡ്നെസ് ഉണ്ടാക്കുന്നില്ല. പിന്നെ എന്താണ്? കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡും സൾഫേറ്റും എന്തുണ്ടാക്കുന്നുണ്ട്? ഹാർഡ്നെസ് ഉണ്ടാക്കുന്നുണ്ട്. സോ കാൽഷ്യം സൾഫേറ്റ് ഹാർഡ്നെസ്സിന് കാരണമാകുന്നുണ്ട്, മഗ്നീഷ്യം സൾഫേറ്റ് ഹാർഡ്നെസ്സിന് കാരണമാകുന്നുണ്ട്, കാൽഷ്യം ക്ലോറൈഡും എന്തുണ്ടാക്കുന്നുണ്ട്? ഹാർഡ്നെസ്സിന് കാരണമാകുന്നുണ്ട്. സോ ആൻസർ എന്താണ്? കാൽഷ്യം ബൈകാർബണേറ്റ്, കാൽഷ്യം സൾഫേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ്, കാൽഷ്യം ക്ലോറൈഡ്. ഓക്കെ, ഇനി ബോയിലിങ്ങിലൂടെ നീക്കം ചെയ്യാൻ പറ്റാത്ത ഹാർഡ്നെസ് ഉണ്ടാക്കുന്ന സോൾട്സ് ഏതൊക്കെയാണ്? ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഡ്യൂ ടു കാൽഷ്യം സൾഫേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ്, കാൽഷ്യം ക്ലോറൈഡ് കനോട്ട് ബി റിമൂവ്ഡ് ബൈ ബോയിലിംഗ്. കാൽഷ്യം സൾഫേറ്റ്, അതേപോലെ മഗ്നീഷ്യം സൾഫേറ്റ്, കാൽഷ്യം ക്ലോറൈഡ് പോലുള്ള സോൾട്സ് മൂലമുണ്ടാകുന്ന ഹാർഡ്നെസ് ബോയിലിങ്ങിലൂടെ അല്ലെങ്കിൽ വെള്ളം ചൂടാക്കുന്നതിലൂടെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇത് പെർമനൻറ്റ് ഹാർഡ്നെസ് ആണ്. ഓക്കെ, അപ്പോൾ ഹാർഡ്നെസ് ഓഫ് വാട്ടറിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് പഠിക്കാം. ഓൾറെഡി ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത സമയത്ത് ഇത് പറഞ്ഞതാണ്, എങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഒന്നുകൂടി പറയുന്നു. ഓക്കെ, നമുക്കറിയാം രണ്ട് തരം ഹാർഡ്നെസ് ആണുള്ളത്. ഒന്ന് ടെമ്പററി ഹാർഡ്നെസ്, മറ്റൊന്ന് പെർമനൻറ്റ് ഹാർഡ്നെസ്. എന്താണ് ടെമ്പററി ഹാർഡ്നെസ്? ദ ഹാർഡ്നെസ് ഓഫ് വാട്ടർ കണ്ടെയ്നിങ് കാൽഷ്യം ഓർ മഗ്നീഷ്യം ബൈകാർബണേറ്റ്സ് ഇസ് റിമൂവ്ഡ് ഡ്യൂറിങ് ബോയിലിംഗ്. ദിസ് ടൈപ്പ് ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഇസ് നോൺ ആസ് ടെമ്പററി ഹാർഡ്നെസ്. അതായത് കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റ്സ് വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നത് മൂലം ഉണ്ടാകുന്ന ഹാർഡ്നെസ് ആണ് എന്ത്? ടെമ്പററി ഹാർഡ്നെസ്. ഈ ടെമ്പററി ഹാർഡ്നെസ്സിനെ ബോയിലിങ്ങിലൂടെ നമുക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ എന്താണ് പെർമനൻറ്റ് ഹാർഡ്നെസ്? ദ ഹാർഡ്നെസ് ഓഫ് വാട്ടർ കണ്ടെയ്നിങ് ദ ക്ലോറൈഡ്സ് ആൻഡ് സൾഫേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം ഇസ് നോട്ട് റിമൂവ്ഡ് ഈവൻ ആഫ്റ്റർ ബോയിലിംഗ് ആൻഡ് ദിസ് ഇസ് പെർമനൻറ്റ് ഹാർഡ്നെസ്. അതായത് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സോൾട്സ് കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡ്സോ സൾഫേറ്റ്സോ ആണെങ്കിൽ ചൂടാക്കുന്നതിലൂടെ നമുക്ക് ആ ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇങ്ങനെയുള്ള ഹാർഡ്നെസ്സിനെയാണ് എന്ത് പറയുന്നത്? പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ടോട്ടൽ 7 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ ലെറ്റേഴ്സ് എസ്എസിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ മറ്റൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.